മുസ്ലിങ്ങളുടെ ഏറ്റവും വിശുദ്ധമായ ദേവാലയമായ കഅബയുമായി ബന്ധപ്പെട്ട നിരവധി പാരമ്പര്യങ്ങളുണ്ട്. അതിലൊന്നാണ് ഗുസ്ൽ-ഇ-കഅബ അഥവാ കഅബ കഴുകൽ ചടങ്ങ്. കഅബയുടെ വാതിലിന്റെ പ്രത്യേക പൂട്ട് തുറക്കുന്ന ദിനത്തിലാണ് ഈ ചരിത്ര പ്രാധാന്യമുള്ള ആചാരം പൂർത്തിയാകുന്നത്. ഈ പൂട്ടിന് മതപരമായ പ്രാധാന്യമുണ്ട്. പൂട്ടിന്റെ താക്കോൽ സൂക്ഷിച്ചിരിക്കുന്ന സ്ഥലത്തിനും ഒരു കഥയുണ്ട്. അത്തരമൊരു സാഹചര്യത്തിൽ കഅബ കഴുകൽ ചടങ്ങിന്റെ പാരമ്പര്യത്തോടൊപ്പം ഈ പൂട്ടിന്റെയും കഅബയുടെയും ചരിത്രം എന്താണെന്ന് നമുക്ക് നോക്കാം. എന്താണ് കഅബ കഴുകൽ ചടങ്ങ്? കഅബയ്ക്ക് മതപരമായ രീതിയിൽ കഴുകുന്ന പാരമ്പര്യമാണ് ഗുസ്ൽ-ഇ-കഅബ. ഈ ദിവസം കഅബയുടെ പ്രത്യേക പൂട്ട് തുറക്കുകയും അത് തുറക്കുന്നതിന് ശേഷം കഅബയുടെ ഉൾഭാഗം കഴുകി ശുദ്ധി വരുത്തുകയും ചെയ്യുന്നതാണ് ഈ ചടങ്ങിന്റെ പ്രത്യേകത. ഈ ദിവസം സംസമിൽ നിന്നുള്ള വെള്ളം, പനിനീർ, മികച്ച സുഗന്ധദ്രവ്യങ്ങൾ എന്നിവ കഅബയെ കഴുകാനായി ഉപയോഗിക്കുന്നു. ആദ്യം സേവകർ രാത്രി മുഴുവൻ അത് വൃത്തിയാക്കുകയും കഅബയെ മുഴുവൻ നന്നായി കുളിപ്പിക്കുകയും ചെയ്യുന്നു. കഅബയുടെ വാതിൽ ഒരു പ്രത്യേക ലോക്ക് ഉപയോഗിച്ച് അടച്ചിരിക്കുന്നു. ഈ പ്രത്യേക ദിനത്തിൽ ഖാദിമി താക്കോൽ ഉപയോഗിച്ച് തുറക്കുന്നു. കുറച്ചു പേർക്ക് മാത്രമേ അവിടെ പോകാൻ അനുവാദമുള്ളൂ. ഈ സമയത്ത് മക്ക ഗവർണർ ഉൾപ്പെടെയുള്ളവർക്ക് അവിടേക്ക് പ്രവേശനം ലഭിക്കും. മുഹമ്മദ് നബിയുടെ കാലത്തും വർഷത്തിൽ 2 തവണ കഅബ കഴുകൽ ചടങ്ങ് നടത്തിയിരുന്നതായി പറയപ്പെടുന്നു. BBC റിപ്പോർട്ട് അനുസരിച്ച് ഇസ്ലാമിക കലണ്ടറിലെ മുഹറം മാസത്തിലെ എല്ലാം 15-ാം ദിവസവും കഅബയുടെ വാതിൽ തുറക്കുകയും കഅബയെ കഴുകുകയും ചെയ്യുന്നു. ലോകമെമ്പാടുമുള്ള തീർത്ഥാടകർ ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ മസ്ജിദുൽ ഹറമിലെത്തും. കഅബയുടെ പൂട്ടിനുണ്ട് പ്രത്യേകത. ഈ പൂട്ട് സ്ഥാപിച്ചിരിക്കുന്ന വാതിൽ 300 കിലോ സ്വർണം കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. പൂട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കഅബയുടെ നിലവിലുള്ള പൂട്ടും അതിന്റെ താക്കോലും സ്വർണവും നിക്കലും കൊണ്ട് നിർമ്മിച്ചതാണ്. ഖുർആനിലെ വാക്യങ്ങൾ ഈ പൂട്ടുകളിൽ കൊത്തിവെച്ചിട്ടുണ്ട്. ചരിത്രത്തിൽ പല ഭരണാധികാരികളും കഅബയുടെ പൂട്ടുകളും താക്കോലുകളും പലതവണ മാറ്റിയിട്ടുണ്ടെന്നും BBCയുടെ റിപ്പോർട്ടിൽ പറയുന്നു. ഈ പൂട്ടിന്റെ താക്കോലുകൾ ഖുർആനിലെ വാക്യങ്ങളുടെ കൊത്തുപണികളുള്ള ഒരു ബാഗിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. മുഹമ്മദ് നബിയുടെ കാലത്ത് ഈ പൂട്ടിന്റെ താക്കോൽ ഉസ്മാൻ ബിൻ തൽഹയുടെ പക്കലായിരുന്നുവെന്നും അതിനുശേഷം അദ്ദേഹത്തിന്റെ കുടുംബമാണ് ഈ താക്കോലിന്റെ ചുമതല വഹിക്കുന്നതെന്നും പറയപ്പെടുന്നു. എന്നിരുന്നാലും ഇടയ്ക്ക് മക്ക കീഴടക്കിയ ചില ഭരണാധികാരികൾ ഈ താക്കോൽ എടുത്തിരുന്നു. എന്നാൽ അത് പിന്നീട് ഉസ്മാൻ ബിൻ തൽഹയുടെ കുടുംബത്തിന് നൽകപ്പെട്ടു എന്നാണ് ചരിത്രം.